നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് പല കാര്യവും ചെയ്യാനുണ്ട്. ഹലോ, ഹല്ലേലൂയ. ഒരിക്കൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കൂട്ടുകാർ മദ്യപിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ എല്ലാവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ജീവിതത്തിലെ കുറേ തിരിച്ചടിയൊക്കെ കിട്ടിയത് കൊണ്ടല്ലേ മദ്യപാനം നിർത്തിയത്? അപ്പോൾ ഞാൻ ശരിയാണ്, എനിക്ക് ജീവിതത്തിൽ കുറേ തിരിച്ചടിയൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ദൈവത്തിനെ വിളിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, മദ്യപിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ മദ്യപാനം നിർത്തി. പക്ഷെ എന്നാൽ കുറേ സഹനങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരോടൊരു മറുപടി പറഞ്ഞു, എനിക്ക് ആ സഹനങ്ങളും തിരിച്ചടിയൊക്കെ കിട്ടിയത് കൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു മാതൃകയാണ്. നിങ്ങൾക്ക് ആർക്കും ഒരു സഹനമോ തിരിച്ചടിയോ തരാതെ അത് നിങ്ങളുടെ സുഹൃത്തായ എനിക്ക് തന്നുകൊണ്ട് ദൈവം എന്നെ നിങ്ങൾക്കൊരു പാഠമാക്കി. അപ്പോൾ ഒരു മാതൃകയാക്കുക. ഈ തിരിച്ചടിയും സഹനവും കിട്ടുന്നത് വരെ നിങ്ങൾ മദ്യപിക്കരുത്, നേരത്തെ തന്നെ നിർത്തുക. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈശോ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ആ ഈശോ നമുക്ക് വേണ്ടി ചെയ്തത് എത്രയോ മഹത്വമുള്ള ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് കിട്ടേണ്ട ശിക്ഷയാണ് ഈശോ ഏറ്റെടുത്തത്. അതുകൊണ്ട് ഈശോയ്ക്കുള്ള നമ്മുടെ മറുപടി എന്താണ്? ഈശോ പറഞ്ഞ ആ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഈശോ പറഞ്ഞു, ഇങ്ങനെ ജീവിച്ചാൽ മതി, ബാക്കി ശിക്ഷയും എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. അപ്പോൾ നമുക്ക് ആ വചനമനുസരിച്ച് ജീവിക്കുന്നവരാകാം. ഈശോയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവർക്കൊരു മാതൃകയാകാൻ നമ്മളെ ഈശോ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹലോ, ഹല്ലേലൂയ.